ചാലക്കുടി മരത്തുംപള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. രണ്ടാം പാപ്പാന് പരിക്കേറ്റു. കുറുമ്പ് കാണിച്ച് ക്ഷേത്രത്തിൽ നിന്നിരുന്ന ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി നിയന്ത്രിക്കാൻ ശ്രമിച്ചതോടെയാണ് ആന പ്രകോപിതനായി നാശങ്ങൾ വരുത്താൻ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമപ്രവർത്തകരെ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. വയലൂർ പരമേശ്വരൻ എന്ന ആനയാണ് ഇടഞ്ഞ നാശങ്ങൾ വരുത്തിയത്. തിങ്കളാഴ്ച രാവിലെ ചാലക്കുടി ഭരതസ്വാമി ക്ഷേത്രത്തിൽ തളച്ചിരുന്ന ആനയെ കുളിപ്പിക്കാനായി പാപ്പാന്മാരായ വിഷ്ണുവും ജിഷ്ണുവും കൊണ്ടുപോകുമ്പോഴാണ് ആന കുറുമ്പ് കാണിച്ചു തുടങ്ങിയത്. ഭരതസ്വാമി ക്ഷേത്രത്തിൽ കിടന്ന് ഓടിയ ആനയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ എലിഫന്റ് സ്ക്വാഡിനെ വിളിക്കുകയായിരുന്നു. സ്ക്വാഡ് വന്ന് തളയ്ക്കാൻ ശ്രമിച്ചതോടെ ആന ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂര കേടുവരുത്തുകയും കൽവിളക്ക്, ഭണ്ഡാരം തുടങ്ങിയവ മറിച്ചിട്ട് സമീപത്തെ വീടിന്റെ മതിലും ഗേറ്റും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടാം പാപ്പാൻ ജിഷ്ണു പ്രസാദിന് പരിക്കേറ്റ ജിഷ്ണു പ്രസാദിനെ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവമറിഞ്ഞ് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി. കൌൺസിലർ KB ഉണ്ണികൃഷ്ണൻ, കൌൺസിലറും ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കരയും സ്ഥലത്തെത്തിയിരുന്നു. വർഷങ്ങളായി മരത്തുംപള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ദിവസേനയുള്ള എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന ആനയാണ് വയലൂർ പരമേശ്വരൻ. ഉച്ചയോടെ ശാന്തനായ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോയി. ആനയിടഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത സംഭവത്തിൽ എലിഫന്റ് സ്ക്വാഡിന്റെ നടപടിയിൽ ചാലക്കുടി മേഖലാ പത്രപ്രവർത്തക അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി.